ട്രെയിനുകളിലെ വാതിൽപ്പടി യാത്രക്കാരെ വടികൊണ്ടടിച്ച് മൊബൈൽ ഫോണുകൾ കവരുന്ന സംഘം കൊച്ചിയിൽ അറസ്റ്റിൽ. ലഹരി വാങ്ങാനാണ് ആറംഗ സംഘം ഉത്തരേന്ത്യൻ മോഡൽ കവർച്ച നടത്തിയത്. ആലുവ, പെരുമ്പാവൂർ, മലപ്പുറം സ്വദേശികളായ പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളുണ്ട്. ട്രെയിനുകളിലെ വാതിൽപ്പടികളിൽ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് കവർച്ചാ സംഘം പ്രവർത്തിച്ചിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ടായിരുന്നു പ്രധാന കവർച്ച. ട്രെയിനിന്റെ വേഗം കുറയുമ്പോൾ വാതിലിന് അടുത്തു നിൽക്കുന്നവരെ കയ്യിൽ കരുതിയ വടികൊണ്ടടിച്ച് ഫോൺ തട്ടി താഴെയിടും. കവർച്ച നടപ്പാക്കി തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും പരാതികളില്ലാത്തതിനാൽ കേസുകൾ എടുത്തിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം അടിയേറ്റ യുവാവ് ട്രെയിനിൽ നിന്ന് ട്രാക്കിന് സമീപത്തേക്ക് വീണ് പരിക്കേറ്റു. ഇയാളുടെ പരാതിയിലാണ് റെയിൽവേ പോലീസ് അന്വേഷണം തുടങ്ങിയത്. കവരുന്ന മൊബൈൽ ഫോണുകൾ വിറ്റുകിട്ടുന്ന പണം ലഹരി വാങ്ങാനാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. രാത്രി സമയത്താണ് ഇവരുടെ ഓപ്പറേഷൻ രീതി. ട്രെയിൻ പുറത്തേക്ക് പോകുന്ന, ഔട്ടറിലേക്ക് പോകുന്ന ചെറിയ മിനിമം സ്പീഡ് ഉണ്ടാകത്തുള്ളൂ. ആ സമയത്ത് വാതിൽപ്പടിയിലിരുന്ന് യാത്ര ചെയ്ത് മൊബൈൽ ഫോൺ നോക്കിയിരിക്കുന്ന ആളുകളെയാണ് ഇവർ പ്രധാനമായിട്ടും ആക്രമിച്ചിരുന്നത്. ആദ്യമായിട്ടാണ് ഈ സംഭവത്തിൽ ഒരാൾക്ക് താഴെ വീണ് പരിക്ക് വരുന്നത്. അതാണ് ഈ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ ഊർജിതമായിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തിയിരുന്നത്. പെരുമ്പാവൂർ സ്വദേശികളായ സിറാജ്, ജോഷ്വിൻ, മലപ്പുറം സ്വദേശി ആഷിഖ്, ആലുവ സ്വദേശി ഷഫിൻ, എറണാകുളം സ്വദേശി മുഹമ്മദ് ഫസൽ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊച്ചി.